ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഓശാന ഈശനു സദതം, ഓശാന ഓശാന ഓശാന. അനുഗ്രഹീതമായ ഓശാന പെരുന്നാൾ ഇന്ന് ലോകം മുഴുവനും ആഘോഷിക്കുകയാണ്. ഓശാന എന്ന വാക്ക് ഹോഷിയാന എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്. ഈ ഹോഷിയാന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ഇസ്രായേൽ ജനത്തിന്റെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ ആയിരുന്നപ്പോഴുള്ള അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു വന്നു. ഫറവോയുടെ അടിമത്തത്തിൽ ചൂളയിൽ പണിയെടുത്ത് നട്ടപ്ര വെയിലത്ത് ജോലി ചെയ്ത് കൃഷിയിടങ്ങളിൽ പണിയെടുത്ത് ആകപ്പാടെ അസ്വസ്ഥരായി നടുവൊടിഞ്ഞ് അടികൊണ്ട് മുറിവേറ്റ ശരീരവും വ്രണങ്ങളുമായി ഇസ്രായേൽ തകർന്നു തരിപ്പണമാകുമ്പോൾ അവർ തങ്ങളുടെ പഴയ കാലം, പ്രതാപകാലം, തങ്ങളുടെ പിതാക്കന്മാരുടെ കാലം ദൈവം അവരെ രാത്രിയിൽ ദീപസ്തംഭവും പകൽ മേഘസ്തംഭവും നൽകി അവരോടൊപ്പം യാത്ര ചെയ്ത മഹാസംഭവം അവർ ഓർത്തുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. അവരുടെ നിലവിളിയുടെ ശബ്ദമാണ്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുവാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കുന്നവൻ അവിടുന്നല്ലാതെ മറ്റാരുമല്ല, മറ്റാരിലും രക്ഷയില്ല, അവിടുന്നാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടുന്നത്. അതുകൊണ്ട് രക്ഷ ദൈവികമാണ്. ഹോഷിയാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിന്റെ പ്രതീക്ഷയുടെ ഫലപ്രാപ്തി പൂർത്തീകരണമാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്നാണ് രക്ഷകൻ. അവിടുന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നു. ഓശാന പെരുന്നാളിൽ അവിടുന്ന് കഴുതപ്പുറത്ത് കയറി. ഏറ്റവും എളിയവനാണ്, എളിയ ദാസൻ അല്ലെങ്കിൽ എളിയ രാജാവാണ് താനെന്നറിയിച്ചുകൊണ്ട് സകല ജനത്തെയും തന്നിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ അടയാളമായിക്കൊണ്ട് അവൻ കഴുതപ്പുറത്ത് സമാധാനത്തിൻ്റെ രാജാവായി സകല ജനതകൾക്കും സമാധാനം നൽകുന്നവനായി രക്ഷ നൽകുന്നവനായി യേശു കടന്നു വന്ന് ജെറുസലേമിന്റെ തെരുവീഥിയിലൂടെ നടന്ന് കഴുതപ്പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച മഹാസംഭവമാണല്ലോ ഓശാന പെരുന്നാൾ. ഓശാന പെരുന്നാളിൽ ജനം എന്ത് ചെയ്തു? മരത്തിൽ നിന്ന് കൊമ്പുകൾ വെട്ടിനിരത്തി സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. ഈ വസ്ത്രങ്ങൾ വിരിക്കുക എന്ന് പറഞ്ഞാൽ പുടവ നൽകുന്ന ഒരു സംസ്കാരമൊക്കെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ, അല്ല കേരളീയ സംസ്കാരത്തിലുണ്ട്. പുടവ നൽകുക എന്ന് പറയുമ്പോൾ അത് തന്നെ നൽകുന്നതിൻ്റെ അടയാളമായിട്ടാണ്. ഞാൻ എൻ്റെ ഇന്ന ആളിനെ എൻ്റെ സർവസ്വമായി സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന പുടവ, അവളെ ഞാൻ ജീവിതത്തിന്റെ സർവസ്വമായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ചെയ്ത കാര്യം. ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? വസ്ത്രം വിരിച്ചപ്പോൾ അവർ തങ്ങളുടെ രാജാവായ യേശുവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയായിരുന്നു. സമാധാനത്തിന്റെ രാജാവ്, സെഹിയോൻ പുത്രി, നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന മഹാസംഭവമാണ് ഓശാന പെരുന്നാളിൽ നാം ഓരോരുത്തരും ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നാം ഓരോരുത്തരും അനുസ്മരിക്കുന്ന ആ വലിയ മഹാസംഭവം. സകല ജനതകൾക്കും രക്ഷ നൽകുവാൻ യേശു കഴുതപ്പുറത്ത് കയറി അവിടുന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഓശാന പെരുന്നാളിൽ നാം ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ രാജാവും നാഥനുമായി ഈശോയെ അംഗീകരിക്കുക. നെപ്പോളിയൻ ചക്രവർത്തിയെ പറ്റി ഒരു കഥയുണ്ട്. രാത്രിയിലൊക്കെ അദ്ദേഹം ആ പാളയത്തിൽ കടന്നു എന്ന്, പട്ടാളക്കാർ ഉറങ്ങുന്ന പാളയത്തിൽ കടന്നു എന്നിട്ട് ചോദിക്കും, നല്ല ഗാഠനിദ്രയിലായിരിക്കുന്ന പട്ടാളക്കാരോട് ചോദിക്കും, ആരാണ് നിങ്ങളുടെ രാജാവ്? നല്ല ഗാഠനിദ്രയിലായിരിക്കുന്ന പട്ടാളക്കാര്, ഫ്രഞ്ച് പട്ടാളക്കാര് പറയുമായിരുന്നു. എന്നാ പറയുന്നത്? ഞങ്ങളുടെ രാജാവ് നെപ്പോളിയൻ, നെപ്പോളിയൻ, നെപ്പോളിയൻ. നെപ്പോളിയൻ പറഞ്ഞു, ഞാൻ രാജ്യങ്ങൾ കീഴടക്കി, പക്ഷെ ആരുടെയും മനസ്സ് കീഴടക്കാൻ എനിക്ക് സാധിച്ചില്ല.
എന്നാൽ രാജ്യങ്ങൾ കീഴടക്കാത്തൊരു മനുഷ്യനെ എനിക്കറിയാം. അവൻ മനുഷ്യന്റെ ഹൃദയങ്ങളെ കീഴടക്കി. അവനാണ് ക്രിസ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ, ആരാണ് നിന്റെ രാജാവ് എന്ന് ചോദിച്ചാൽ, യേശുവാണ് എൻ്റെ രാജാവ്. അവൻ സമാധാനത്തിന്റെ രാജാവ്, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, വിടുതലിന്റെ രാജാവാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവമക്കളെ, നാമും ഹോഷിയാന ഹൊശാന എന്ന് പാടി കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ യെശയ്യാ 59 1 വാക്യം അന്വർത്ഥമായി സ്വാർത്ഥകമാവുകയാണ്. ഇസ്രായേലെ കേൾക്കുക, നിന്നെ സഹായിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്നെ കേൾക്കാനാവാത്ത വിധം എൻ്റെ ചെവിക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. നീ വിളിക്കുക, രക്ഷിക്കണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ കർത്താവ് തന്നെ രക്ഷിക്കും. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓശാന പെരുന്നാൾ, നല്ല ഓശാന പെരുന്നാൾ എല്ലാവർക്കും നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.